Hi dears, welcome back to my YouTube channel. ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാട്ട് വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. അപ്പോൾ എവിടേക്കാണ് ഫുഡ് കഴിക്കാൻ പോണേ റെസ്റ്റോറൻറ്റൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ കൂടെ ആണെങ്കിൽ മിന്നും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. നമ്മൾ ജബൽ ജീസ് പോയ വീഡിയോയിലും അമ്പലത്തിൽ പോയ വീഡിയോയിലൊക്കെ ഉണ്ടായില്ലേ, അപ്പോൾ അവരുണ്ട് കേട്ടോ. അപ്പോൾ അവർ 2 മാസത്തേക്കായിരുന്നു ഞങ്ങൾ നിൽക്കണ വില്ലയിൽ ഉണ്ടായത്. ഇപ്പോൾ അവർ തൊട്ടപ്പുറത്ത് തന്നെ വേറെ വില്ലയിലേക്ക് മാറിയേക്കാം കേട്ടോ. അപ്പോൾ നേരെ ഇനി അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരും കൂടി കൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഇതിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ വരുന്നത്. അതിലെ സെയിലർ ലഗൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ ബുഫേക്കൊക്കെ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 9 മണിക്കാണ് അവർ സമയം തന്നേക്കുന്നത്. ഞങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടി ബുക്ക് ചെയ്തുകൊണ്ട് വെറുതെ ഞങ്ങൾക്ക് വേണ്ടി ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നേരെ പോയിട്ട് ഫുഡൊക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ. വന്നിരുന്നപ്പോൾ തന്നെ അവർ കുടിക്കാനായിട്ട് വൈനാട്ടോ തന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ സൂപ്പ് എടുക്കാൻ വേണ്ടി നീങ്ങി. അപ്പോൾ വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഫുഡ് എടുത്തില്ല കേട്ടോ. അവരൊക്കെ എടുക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ പതുക്കെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു.
ഞാൻ സൂപ്പൊക്കെ കുറച്ച് കുടിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും ഇവരിവിടെ മെയിൻ കോഴ്സൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ ഞാനും പോയൊരു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ ഫുഡാണെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് ഫിഷ് കറി വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ പാസ്ത വെച്ചിട്ടുണ്ട്, പിന്നെ ഭിണ്ടി മസാല, പിന്നെ ഒരു ബാജിക്കറിയാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്നത്. സാലഡ് കണ്ടുവല്ലോ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് വെച്ചേക്കുന്നത് ഒരു ഡെസേർട്ടാണ് കേട്ടോ. നോക്കുമ്പോൾ ഒരു സ്വീറ്റ് പൊങ്കലുണ്ട്, പിന്നെ പാൽപ്പായസം, പിന്നെ കുറച്ച് കട്ടിങ് ഫ്രൂട്ട്സ് ആട്ടോ വെച്ചേക്കുന്നത്. ഞങ്ങളിരിക്കണതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊരു സെക്ഷനാണ്. അവിടെയാണെങ്കിൽ ഡി ജെ ഒക്കെ ആണ് കേട്ടോ. വന്നപ്പോട്ട് ഭയങ്കര പാട്ടും ബഹളൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക.
അപ്പോൾ ഈ ഒരു സെയിലർ ലഗൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫുഡാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസും സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ മൊത്തമായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ പോയി നടന്നു വന്നു. ചേട്ടനാണെങ്കിൽ ആ ഒരറ്റത്തൊക്കെ പോയി നോക്കിയിട്ടൊക്കെ വന്നു കേട്ടോ. സംഭവം ഇതൊരു ഹോട്ടലായതുകൊണ്ട് തന്നെ വേറെയും ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ ദുബായ് എയർപോർട്ട്. അപ്പോൾ അത് നല്ല സൗണ്ടിൽ താഴത്തോടെയൊക്കെ ഫ്ലൈറ്റും ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയിട്ടോ. പിന്നെ ഇനി വേറെ എവിടേക്കും പോകാൻ നിന്നില്ല. തിരിച്ച് അവരുടെ വില്ലയിലേക്ക് തന്നെ എത്തിയിട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പിന്നെ അവരുടെ വില്ലയൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.